ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് പണ്ടൊരു ഉണർവുണ്ടായിരുന്നു, പണ്ട് അങ്ങനെയായിരുന്നു, പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ ആ ഓർമ്മകളെ അയവിറക്കി ജീവിക്കുന്ന ജീവിതമല്ല, പകരം പുതിയൊരു കൂട്ടായ്മ, ദൈവത്തോടൊപ്പം ഒരു ഫ്രഷ് ആയിട്ടുള്ള അനുഭവങ്ങൾ, അതെല്ലാം അവൈലബിൾ ആണ്. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഉയർച്ചയുണ്ടാകുന്നത് ദൈവത്താലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബൈബിളിലൊരു വചനമുണ്ട്, നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നത് തെക്ക് നിന്നല്ല, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല എന്ന് പറഞ്ഞിട്ടൊരു വചനമുണ്ട്. അതായത് ഉത്തമ ഗിരിയായിട്ടുള്ള സിയോനിൽ നിന്നിട്ടാണ് നമ്മുടെ ഉയർച്ച ഉണ്ടാകുന്നത് എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. ഇതുപോലെ ദൈവത്തിൽ നിന്നാണ് നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഫാമിലി ലൈഫിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ താഴ്ത്തപ്പെട്ടവരായിട്ട് ഉയർന്നു പോകേണ്ട സ്ഥലത്ത് ഒരിക്കലും ഉയരാൻ പറ്റാതെ പല സ്റ്റെപ്പുകൾ മുകളിൽ കയറിയെങ്കിലും പാമ്പും കോണിയും നമ്മൾ പണ്ട് കളിച്ചിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ പാമ്പ് വിഴുങ്ങി അങ്ങ് താഴോട്ട് വീഴുന്ന പോലെ ഏതൊക്കെയോ പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് എവിടെ നിന്നാണോ കയറിയത് അതേ പോസ്റ്റിലേക്ക് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ താഴേക്ക് പതിച്ചിട്ടുള്ള, ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ ആയിത്തീർന്നിട്ടുള്ള ചില ആളുകൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഇനി ഒരിക്കലും എനിക്ക് കയറാൻ പറ്റില്ല, ഞാൻ ഒത്തിരി ശ്രമിച്ചതാണ്, എത്രയൊക്കെയോ വട്ടം ഞാൻ ശ്രമിച്ചു, പക്ഷെ മുകളിൽ കയറും തോറും ഞാൻ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട. എനിക്ക് നിങ്ങളോടൊരു നല്ല വാർത്ത പറയാനുണ്ട്. കർത്താവിനാൽ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ കൈ പിടിച്ചാൽ അവൻ നിങ്ങളെ ഉയർത്തിയിരിക്കും. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും താഴ്ചയിലൂടെ, പ്രയാസത്തിലൂടെ, വേദനയിലൂടെ ഒക്കെ ഞാൻ പോയ സമയത്ത് എപ്പോഴൊക്കെ എൻ്റെ കർത്താവിന് ഞാൻ കൈ കൊടുത്തിട്ടുണ്ടോ, കാരണം അവൻ ഉന്നതത്തിൽ ഇരിക്കുന്നവനായതുകൊണ്ട്, അവൻ ഉന്നതനും ശാശ്വതവാസിയുമായിരിക്കുന്നുണ്ട്. അവൻ ഉയർത്തുമ്പോൾ അതിൻ്റെതായ ഉയർച്ചയിലേക്ക് നമുക്ക് ഉയരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ കയ്യിലൊന്ന് പിടിക്കാൻ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ആ മേരി ക്ലേയിൽ നിന്ന്, ആ തകർന്നിരിക്കുന്ന ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നിങ്ങളെ ഉയർത്തി, കൈ പിടിച്ചുയർത്തി ഒരു പാറമേൽ നിങ്ങളെ നിർത്താൻ ശക്തനായ കർത്താവിൻ്റെ കയ്യിലേക്ക് കയറി പിടിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു കോ സ്പോൺസറാണ്, തിരുവനന്തപുരത്ത് നിന്ന് സൈജു ആണ്. താങ്ക് യു ബ്രദർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ആർമിയിൽ ജോലിയിൽ അടുത്ത തലത്തിൽ പ്രൊമോഷൻ ലഭിച്ചല്ലോ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. അതോടൊപ്പം ദൈവികമായ സംരക്ഷണം ജോലിയിലും കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി അങ്ങയുടെ കൃപയും അനുഗ്രഹവും എല്ലാം അങ്ങ് ചൊരിയണമേ, മാനിക്കണമേ, ഉയർത്തണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് ഇന്ന് സ്പോൺസർ ചെയ്ത് സ്പോൺസറിനെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. എത്ര പേർ സന്തോഷത്തോടെ ഇന്നത്തെ വചന സന്ദേശം കേൾക്കുവാനായിട്ട് തയ്യാറായിട്ട് ആയിരിക്കുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവത്താൽ വരുന്ന ആ ഉയർച്ചകൾ, കർത്താവിനാൽ വരുന്ന ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിക്കാൻ പോകുകയാണ്. അതിന് വചനം ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. വചനത്തിൽ നിലനിൽക്കുന്നവർക്ക്, വചനത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും, എത്ര വലിയ കാറ്റോ കോളോ പ്രതികൂലങ്ങളോ വന്നാലും നിങ്ങളുടെ വീട് ഒരിക്കലും വീണു പോകുകയില്ല. കാരണം അത് വചനത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള വീടാണ്. അതുകൊണ്ട് വേഗത്തിൽ ഈ അടിസ്ഥാന മാർഗത്തിലേക്ക് കടക്കുവാൻ വേഗത്തിൽ ഇന്നത്തെ അതിശക്തമായ വചന സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 2 വ്യാഴാഴ്ച. ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് കാണുന്നവരെ പ്രത്യേകിച്ച് വെൽക്കം ചെയ്യുന്നു. ജൂൺ മാസം തീർന്നു, ജൂലൈയിലേക്ക് ഇന്നലെ നമ്മൾ പ്രവേശിച്ചു. ദിസ് ഈസ് ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ എംപവർമെൻറ്റ്. പ്രകൃത്യാതീതമായ രീതിയിൽ, അമാനുഷികമായ രീതിയിൽ, അസാധാരണമായ രീതിയിൽ, അത്ഭുതകരമായ രീതിയിൽ, ആശ്ചര്യകരമായ രീതിയിൽ നമ്മെ ദൈവം ശക്തീകരിക്കുന്നൊരു മാസമായിട്ടാണ് ഇത് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ആർ യു റെഡി? ആർ യു ഇൻട്രസ്റ്റഡ്? ഇന്നത്തെ ഫോക്കസ് വേർഡ് ഡിവോഷണൽ ഡയറിയിൽ നോക്കിയാൽ കാണുന്നത് എങ്ങനെയാണ്? ഫ്രഷ് അനോയിൻറ്റിങ്, പുതിയ അഭിഷേകം. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇപ്പോൾ കാണുന്നവർ, ലൈവായി കാണുന്നവർ, ഒരുപക്ഷെ ഇതിന് ശേഷം അവരവരുടെ സമയത്ത് കാണുന്നവർ, ഏത് ദിവസം കാണുകയാണെങ്കിലും ഇപ്പോൾ ടൈപ്പ് ചെയ്യുക ഫ്രഷ് അനോയിൻറ്റിങ്, പുതിയ അഭിഷേകം. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ നോക്കിയാൽ കാണുന്നത് Psalm 92 and verse number 10. You have exalted my home like that of a wild ox. Fine oils have been poured on me. എൻ്റെ മലയാളത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. വാവ്!
അതാണ് ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. ഡെക്ലറേഷൻ നോക്കുക. ഫ്രഷ് ഓയിൽ ഫ്ലോസ് ഓവർ മൈ ലൈഫ് ടുഡേ. ഇന്ന് പുതിയ അഭിഷേകം അല്ലെങ്കിൽ പുതിയ എണ്ണ എൻ്റെ മേൽ ഒഴുകുന്നു. ദ സ്പിരിറ്റ് റിന്യൂസ് മൈ സ്ട്രെങ്ത് ആൻഡ് ഇഫക്റ്റീവ്നെസ്. ആത്മാവ് എൻ്റെ ശക്തിയെയും ഫലപ്രാപ്തിയെയും പുതുക്കുന്നു. അത് ഇന്ന് നടക്കുന്ന കാര്യമാണ്. ബൈബിൾ റീഡിംഗ് പ്ലാൻ പേജിലുണ്ട്, വായിക്കണേ. ഫ്രഷ് അനോയിൻറ്റിങ്ങിനെ കുറിച്ച് 4 കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആരും റെഡി? യെസ്, ഫ്രഷ് അനോയിൻറ്റിങ്, പുതിയ അഭിഷേകം. നമ്പർ 1, God desires continual renewal, not past experiences alone. പഴയ അനുഭവങ്ങൾ മാത്രമല്ല, പുതുക്കങ്ങൾ ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നു. പഴയ അനുഭവങ്ങൾ നല്ലതാണ്, അതിനെയാണ് നമ്മൾ സാക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അനുഭവ സാക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നല്ലതാണ്. എന്നാൽ ദൈവം പഴയ അനുഭവങ്ങളിൽ പോലും, നമുക്ക് പണ്ടൊക്കെ ഒത്തിരി ദൈവം ചെയ്തു കാണും. ചിലരൊക്കെ സാക്ഷ്യം പറയാൻ അവസരം കൊടുത്താൽ അവർ പറയുന്നത്, എൻ്റെ ജീവിതത്തിലെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാൻ 1 ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ 1 മാസമോ 1 വർഷമോ പോലും തികയില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശരിയാണ്, അത്രയും നമുക്ക് വാദോരാതെ പറയാനുണ്ടായിരിക്കുക. എന്നാൽ ദൈവം പറയുന്നു, അതുമല്ല, പുതിയത് ഞാൻ ചിലത് നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ ഹല്ലേലൂയ പറഞ്ഞ് സ്വീകരിക്കും? ഡേവിഡ് ഡിഡ് നോട്ട് സെലിബ്രേറ്റ് ഓൺലി എ പാസ്റ്റ് അനോയിൻറ്റിങ്. ദാവീദിൻ്റെ ലൈഫിൽ പണ്ട് അദ്ദേഹത്തിന് ലഭിച്ച അഭിഷേകത്തെ ആഘോഷിച്ച് നടക്കുകയല്ല ചെയ്യുന്നത്. ഹി സ്പോക്ക് ഓഫ് ഫ്രഷ് ഓയിൽ ബീങ് poured upon him. പുതുക്കങ്ങളുടെ അഭിഷേകം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യമായി തൻ്റെ മേൽ അഭിഷേക തൈലം വീഴുന്നത് തൻ്റെ വീട്ടിൽ വെച്ച് ജ്യേഷ്ഠ സഹോദരങ്ങൾ 7 പേർ നിൽക്കുമ്പോൾ, അപ്പനും അമ്മയും സാക്ഷിയായി നിൽക്കുന്ന സമയത്ത്, താൻ മാത്രം അവിടെ ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ തന്നെ ആളയച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ 8ാമനായ ഏറ്റവും ഇളയവനായ തൻ്റെ മേൽ ശമൂവേൽ എന്ന പ്രവാചകൻ, മഹാ അഭിഷിക്തൻ, വലിയ പ്രവാചക വര്യൻ, അദ്ദേഹം തൻ്റെ മേൽ തൈലം ഒഴിച്ചു അഭിഷേകം ചെയ്തു. ദാറ്റ് വാസ് ഹിസ് ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതിനുശേഷം യഹൂദ ഗോത്രത്തിൻ്റെ രാജാവായി ഒരു അഭിഷേകം കിട്ടി. അതിനുശേഷം എല്ലാ ഇസ്രായേലിൻ്റെ രാജാവായി വേറൊരു അഭിഷേകം കിട്ടി. ഇങ്ങനെ 3 ഘട്ടങ്ങൾ കാണുന്നു. എന്നാൽ ഇതൊന്നുമല്ലാതെ അത് ഫിസിക്കലി ചിലർ തൻ്റെ തലയിൽ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്ത കാര്യമാണെങ്കിൽ, അദ്ദേഹം പറയുന്നത്, നീ എന്നെ പുതിയ എണ്ണ തേപ്പിക്കുന്നു എന്ന് വെച്ചാൽ ദൈവമായി തൻ്റെ മേൽ നേരിട്ട് ചില അഭിഷേകങ്ങൾ നടത്തുന്നുണ്ട്. ദാവീദ് പഴയ നിയമത്തിലാണ് ജീവിച്ചിരുന്നതെങ്കിലും പുതിയ നിയമത്തിൽ ഒരു വ്യക്തിയെപ്പോലെ ദൈവവുമായി ബന്ധം പുലർത്തിയൊക്കെ ചെയ്ത ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാം. യെസ്റ്റർഡേസ് എൻകൗണ്ടർ വിത്ത് ഗോഡ് ഈസ് പ്രഷ്യസ്, ബട്ട് ഗോഡ് ഡിസയേഴ്സ് ഓൺ ഗോയിങ് റിന്യൂവൽ. ഇന്നലെകളിൽ നമുക്ക് ദൈവവുമായി ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കൂടിക്കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് വെരി ഗുഡ്. അത് നമുക്ക് സാക്ഷ്യങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കാം, മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കാം. വെരി ഗുഡ്. എന്നാൽ ഇന്നത്തെ അനുഭവം എന്താണ്? ഗോഡ് ഡിസയേഴ്സ് ഓൺ ഗോയിങ് റിന്യൂവൽ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തുടർമാനമായി നമ്മുടെ ജീവിതത്തിൽ ചില പുതുക്കങ്ങൾ, നവീകരണങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. നവീകരണ ധ്യാനം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവം നമ്മെ നവീകരിക്കാൻ, റിന്യൂവലിലേക്ക് നടത്താൻ ആഗ്രഹിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വചനങ്ങളിൽ, ഹിസ് മേഴ്സീസ് ആർ ന്യൂ എവറി മോർണിംഗ്. രാവിലെ തോറും നിൻ്റെ കരുണ പുതിയതാകുന്നു. രാവിലെ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും രാവിലെ ഉണ്ട്. എവറി മോർണിംഗ് ഹിസ് മേഴ്സീസ് ആർ ന്യൂ. ഇന്ന് തുടങ്ങി നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താലോ? ഞാനങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ്, കർത്താവേ, ആ ന്യൂ മേഴ്സി ഒന്ന് താ. അവകാശപ്പെട്ടതല്ലേ, ബൈബിളിലല്ലേ പറയുന്നത്. അവിടെ വ്യക്തമായി ഇവിടെ ഇരമ്യ പ്രവാചകനാണല്ലോ ഇത് എഴുതിയത്, ലെമന്റേഷൻസ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഹിസ് മേഴ്സീസ് ആർ ന്യൂ എവറി മോർണിംഗ്. എല്ലാ പ്രഭാതത്തിലും നിൻ്റെ കരുണ പുതിയതാകുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റു, ചിലപ്പോൾ ഇത്തിരി നേരത്തെ എഴുന്നേറ്റു, ചിലപ്പോൾ ഇത്തിരി വൈകിപ്പോയി, ചിലപ്പോൾ സാധാരണ സമയത്ത് എഴുന്നേറ്റു, നോ പ്രോബ്ലം, എപ്പോഴാണേലും എഴുന്നേറ്റു. ദൈവമക്കൾക്ക് എന്തിന് അർഹതയുണ്ട്? ദൈവത്തിൻ്റെ പുതിയ ദയ അല്ലെങ്കിൽ പുതിയ കരുണ ലഭിക്കുവാൻ അവർക്ക് അവകാശമുണ്ട്. ചോദിക്കാമല്ലോ,
കർത്താവേ, ഇന്നത്തെ പുതിയ കരുണ എവിടെ? Isaiah 40 verse number 31, those who hope in the Lord will renew their strength. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. സോ ഒരു റിന്യൂവൽ കാണുന്നുണ്ടോ ഇവിടെയെല്ലാം? Acts 4:31, അപ്പോസ്തലപ്രവൃത്തികൾ 4:31, the believers were filled again with the Holy Spirit. 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ വന്നതാണ്. പക്ഷേ ഇവിടെ ഒരു റീഫില്ലിങ് നടക്കുന്നത് കണ്ടോ? റിന്യൂവൽ നടക്കുന്നത് കണ്ടോ? So, the Christian life is not sustained by old memories, but by fresh fellowship with God. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് പണ്ടൊരു ഉണർവുണ്ടായിരുന്നു, പണ്ട് അങ്ങനെയായിരുന്നു, പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ ആ ഓർമ്മകളെ അയവിറക്കി ജീവിക്കുന്ന ജീവിതമല്ല. പകരം പുതിയൊരു കൂട്ടായ്മ, ദൈവത്തോടൊപ്പം ഒരു ഫ്രഷ് ആയിട്ടുള്ള അനുഭവങ്ങൾ, അതെല്ലാം അവൈലബിൾ ആണ്. ഹായ്, ഒരു വിശേഷ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ വർഷത്തെ, അതായത് 2026 ജനുവരി 1-ാം തീയതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പം ഒത്തിരി ദൈവികമായ ആരാധനയിലൂടെ നമ്മൾ കടന്നുപോയപ്പോഴൊക്കെ ഒരു പുതിയ ഗിഫ്റ്റൊക്കെ വേണമെന്ന് പലരും പ്രാർത്ഥിച്ചിരുന്നു. അന്ന് ബ്ലെസ്സിങ് ടുഡേ എന്ന് പലരുടെയും കയ്യിൽ കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ഈ കാണുന്നത്. ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ 2026 എന്ന പേരിൽ കാണുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ഡയറി. ഈ ഒരു ഡയറിയിൽ നിന്ന് ഓരോ മാസവും പ്രത്യേകമായിട്ടുള്ള ഒരു തീമിനെ ആസ്പദമാക്കിക്കൊണ്ട് ബ്രദർ ഡാമിയൻ സംസാരിക്കും. ഓരോ ദിവസവും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു തീം വേഴ്സ് നൽകി അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതിൻ്റെ 6 മാസം ഇന്ന് തികയാണ്. എന്താ അല്ലേ? കഴിഞ്ഞ 6 മാസമായിട്ട് ഇതിലൂടെ പല ആളുകളും ജൈത്രയാത്ര നടത്തിയിരുന്നു. ഈ ഒരു ജൈത്രയാത്രയിൽ ഓരോ ദിവസവും മുടങ്ങാതെ ഇതിൻ്റെ നോട്ട്സുകളെല്ലാം, ബ്ലെസ്സിങ് ടുഡേയുടെ മോർണിംഗ് ഗ്ലോറിയിൽ വന്നിട്ടുള്ള നോട്ട്സുകളെല്ലാം ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ളവരും അതുപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടുള്ളവരും മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്തിട്ടുള്ളവരും ഒക്കെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കും. ഈ കഴിഞ്ഞ 6 മാസത്തെ ഈ ഒരു യാത്രയിൽ, ഈ ഒരു ജൈത്രയാത്ര എന്ന് വേണമെങ്കിൽ പറയാം, ഈ ഒരു യാത്രയുടെ ഇടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വലിയ അത്ഭുതങ്ങൾ, അനുഭവങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെച്ചപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാനായിട്ടൊരു താല്പര്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ 1 മിനിറ്റ് താഴെയുള്ള ഒരു ഓഡിയോ മെസ്സേജ് നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും. എന്താണ് ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, അത് ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ അയക്കുക. എനിക്കൊന്ന് ഏറ്റവും മനോഹരമായിട്ട് മറ്റുള്ളവരെയൊക്കെ സ്വാധീനിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ഒരു ടെസ്റ്റ് മണി വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ സമ്മാനം ഞങ്ങൾ തരാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളത് ചെയ്യുക. ഒരു കാര്യം കൂടെ പ്രത്യേകിച്ച് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ അത് അവിടെ കൂടെ അപ്ലോഡ് ചെയ്യുക. അനേകർ അത് കാണട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ എനിക്കൊന്ന് കഴിഞ്ഞ 6 മാസമായിട്ട് ഇത് എഴുതിയവരുണ്ട്. ഇനി ഒരു 6 മാസം കൂടി നമ്മുടെ മുന്നിലുണ്ട്. നോട്ട്സ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. എനിക്കൊന്ന് 31-ാം തീയതി വൈകിട്ട് വരുമ്പോൾ ഒരുപക്ഷെ പാസ്റ്റർ ഡാമിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോ ഓഡിയോ ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി അയക്കുക. ഇന്ന് LED ബൾബുകളുടെ ഒക്കെ കാലമാണ്. അപ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റും അപ്പോൾ തന്നെ വാട്ടേജ് വളരെ കുറഞ്ഞ പക്ഷെ നല്ല ലൈറ്റ് കിട്ടുന്ന ഒത്തിരി ലൈറ്റുകൾക്കുള്ളതുകൊണ്ട് കാൻഡിൽസ് പോലും ആളുകൾ LED ക്യാൻഡിൽസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാനീ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല. എന്നാൽ പഴയ കാലത്ത് അങ്ങനെയല്ലല്ലോ. എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന തിരിയിൽ അല്ലെങ്കിൽ വിളക്കിൽ എണ്ണ ഒഴിച്ച് ബൈബിളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വീട്ടിൽ കറണ്ടേ ഉണ്ടായിരുന്നില്ല. ഇലക്ട്രിസിറ്റിയൊക്കെ കിട്ടിയത് ഞങ്ങളൊക്കെ പഠിച്ച് ഒരു സ്റ്റേജിലെത്തിയ ശേഷമാണ്. അപ്പോൾ എല്ലാ ദിവസത്തെയും എൻ്റെ ജോലിയായിരുന്നു. എൻ്റെ ഫാദർ പറയും, എടാ വിളക്കിലെല്ലാം മണ്ണെണ്ണ ഒഴിക്കടാ എന്ന് പറയുന്ന സമയത്ത് എല്ലാ വിളക്കും കൊണ്ടുവന്ന് ഒരു തുണി കൊണ്ട് തുടയ്ക്കും ആദ്യം. അപ്പോൾ തുടച്ച് നല്ല വൃത്തിയാക്കുക. അപ്പോൾ ഈ ഓട്ട് വിളക്കാണ്. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് തുടച്ച് നല്ല രസമാണ് കാണാൻ, തിളങ്ങിക്കൊണ്ടിരിക്കും. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരിങ്ങനെ തിരിച്ചെടുക്കുന്ന ഒരു മൂടി ഒരു ക്യാപ്പ് പോലെ ഉണ്ട്, അത് എടുക്കുന്നു. അതിൻ്റെ അകത്തുള്ള തിരി നല്ല രീതിയിലാക്കി വേണമെങ്കിൽ ഒന്ന് വെട്ടി, കരിഞ്ഞിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് വെട്ടിക്കഴിഞ്ഞ ശേഷം ഇതിലേക്ക് മണ്ണെണ്ണ ഒഴിച്ച് വീണ്ടും ആക്കിയ ശേഷം തിരി കത്തിക്കും. ഈ തിരി കത്തിച്ച് വീട്ടിൽ വെക്കേണ്ട കുറേ പൊസിഷൻസ് ഉണ്ട്. ലിവിങ് റൂമിൽ ഒരെണ്ണം, അപ്പുറത്തെ ബെഡ്റൂമിൽ ഒരെണ്ണം, വരാന്തയിൽ ഒരെണ്ണം, അടുക്കളയിൽ ഒരെണ്ണം, ഇങ്ങനെ അത്യാവശ്യമുള്ള സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയിക്കണം. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ഇന്നലെ അത് നന്നായിട്ട് കത്തിയിരുന്നു, പക്ഷെ ഇന്നെന്താ ഇങ്ങനെ? കാരണം
പുതിയ എണ്ണ ഒഴിച്ചിട്ടില്ല. നമ്മളതിനെ പറയുന്നത് കരിന്തിരി കത്തുക എന്ന്. കരിന്തിരി കത്തുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റും? ഒരു ബാഡ് സ്മെല്ല് വരും. എണ്ണയില്ലാതെ തിരി മാത്രം കത്തിയാൽ ആ തുണിയുടെ, ആ എണ്ണത്തിരിയുടെ ഒരു വല്ലാത്ത മണം വരും. അപ്പോൾ അവിടുന്ന് വലിയ ഒച്ചയിൽ കേൾക്കാം, എടാ അതിൽ എണ്ണയില്ല, മണ്ണെണ്ണ ഒഴിക്കുക. അപ്പോൾ കൊണ്ടുവന്ന് വീണ്ടും ഒഴിക്കുന്നു. ഇത് എത്രയോ നാളുകൾ, എത്രയോ വർഷങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്നു. സോ എ lamp that once burned brightly still needs fresh oil. ഒരിക്കൽ നന്നായി കത്തിക്കൊണ്ടിരുന്ന ഒരു വിളക്കാണെങ്കിൽ പോലും ഇന്ന് എണ്ണയുണ്ടോ എന്നതാണ് വിഷയം. തുടർച്ചയായി കത്തണമെങ്കിൽ, രാത്രി ആവശ്യമുള്ളിടത്തോളം കത്തണമെങ്കിൽ എണ്ണ, ഫ്രഷ് ഓയിൽ ഒഴിച്ചുകൊണ്ടേയിരിക്കണം. സോ റിന്യൂവൽ കീപ്സ് ദ ഫ്ലെയിം ബേണിംഗ്. പെന്തക്കോസ്ത് നാളിൽ 120 പേരുടെ മേൽ 120 തീനാവുകൾ ഇറങ്ങി. 12 പേരുടെ മേൽ മാത്രമല്ല, അവിടെ സ്ത്രീകളുണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ മറിയ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കുട്ടികൾ എല്ലാവരും ഉണ്ടെന്ന് വിചാരിച്ചു. ഏകദേശം 120 പേരിലൊരു സംഘമാണ് പ്രാർത്ഥനയിലിരിക്കുന്നത്. അവിടെയാണല്ലോ പരിശുദ്ധാത്മ ശക്തിയോടെ ഇറങ്ങി വരുന്നത്. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഓരോരുത്തരുടെയും ശിരസിന് മുകളിൽ ഒരു തീനാളം പിളർന്ന നാവിൻ്റെ രൂപത്തിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് കാണാം. അത് അവരുടെ മേൽ പതിഞ്ഞു. ദാറ്റ് മീൻസ് അവർ അകത്തോട്ടിറങ്ങി. യേശുവിൻ്റെ മേൽ വന്നത് പ്രാവ് രൂപത്തിലാണ്. അവൻ്റെ മേൽ വന്ന് ഇറങ്ങി അധിവസിച്ചു, തിരിച്ചു പോയില്ല. പെന്തക്കോസ്ത് നാളിൽ 120 പേരുടെ മേൽ, അപ്പോസ്തലന്മാരുടെ മേൽ മാത്രമല്ല, ഇരുന്നിരുന്ന ഇന്ന് നമ്മൾ വിശ്വാസികൾ എന്നൊക്കെ വിളിക്കുന്ന ടൈപ്പ് ആളുകൾ അതിനകത്തുണ്ട്. ശുശ്രൂഷകർ എന്ന് വിളിക്കപ്പെടുന്നവരും ഉണ്ട് അതിൻ്റെ അകത്ത്. എല്ലാവർക്കും തീ കിട്ടി, തീനാളം കിട്ടി. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവർ വീണ്ടും നിറഞ്ഞു. അതിൻ്റെ അർത്ഥം ഫ്രഷ് ഓയിൽ വന്നു, റിന്യൂവൽ നടന്നു. അതൊരു റിഫ്രഷിങ് എക്സ്പീരിയൻസ് ആണ്. നമ്പർ 2, ദ അനോയിൻറ്റിങ് സ്ട്രെങ്തൻസ് us ഫോർ അവർ അസൈൻമെൻറ്റ്. നമ്മുടെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ, കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടതിന് നമ്മെ ശക്തീകരിക്കുന്നത് ഈ അഭിഷേകമാണ്. So David compares himself to a wild ox, a symbol of strength and endurance. ഈ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ നീ എൻ്റെ കൊമ്പ് ഉയർത്തുന്നു, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. അങ്ങനെയാണല്ലോ ദാവീദ് പറയുന്നത്. അപ്പോൾ ദാവീദ് തന്നെ ഒരു വൈൽഡ് ഓക്സ്, ഒരു കാട്ടുപോത്തിൻ്റെ കൊമ്പിനോടാണ് ഉപമിക്കുന്നത്. അത് അന്നത്തെ കാലത്ത് ശക്തിയുടെ, കാട്ടുപോത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതിൻ്റെ മുമ്പിൽ പലതിനെയും അത് കുത്തിമറിക്കും. കാട്ടുപോത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ വലിയ പാടാണ്. അതുപോലുള്ള ശക്തി ദൈവമേ നീ എനിക്ക് നൽകുന്നു, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു എന്നല്ല അവിടെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട, ദൈവം ഒരാളെ അഭിഷേകം ചെയ്യുമ്പോൾ അതിന് പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അയാൾക്കോ അയാളുടെ ഭാര്യയ്ക്കോ അയാളുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ സഭാപാസ്റ്റർക്കോ ഉള്ള ഉദ്ദേശമല്ല, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. The Spirit strengthens us to fulfill what God has called us to do. ആത്മാവ് നമ്മെ ശക്തീകരിക്കുന്നു. എന്തിന്? What God has called us to do. കർത്താവ് എന്താണോ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണോ അതിനു വേണ്ടി ആത്മാവ് നമ്മെ ശക്തീകരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4:18. The Spirit of the Lord is on me because He has anointed me. ഈ ഭയങ്കര ഇഷ്ടമുള്ളൊരു വചനമാണ്. യേശു കർത്താവ് ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് ഒരു സിനഗോഗിൽ എഴുന്നേറ്റ് നിന്ന് വായിക്കുന്ന വചനമാണെന്ന് എല്ലാവർക്കും അറിയാം. യേശയ്യാവിൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എടുത്ത് വായിക്കുകയാണ്. അദ്ദേഹം വായിച്ചത് എന്തായിരുന്നു? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. സോ ദർ ഇസ് എ പർപ്പസ്. അഭിഷേകം വരുന്നതിനും ആത്മാവ് വരുന്നതിനും ഒരു ഉദ്ദേശമുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 11:2 പറയുന്നത് ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്, കൗൺസിൽ, പവർ. 7 തരത്തിലുള്ള ആത്മാക്കൾ യേശുവിൻ്റെ മേൽ വന്ന് അധിവസിച്ചു. എഫെസ്യ ലേഖനം 6:10 കാണുന്നത് ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ അതിലാണ് ഒരു ശക്തീകരണം ഇരിക്കുന്നത്. ദി അനോയിൻറ്റിങ് ഈസ് നോട്ട് ഫോർ ഡെക്കറേഷൻ, ഇറ്റ് ഈസ് ഫോർ എംപവർമെൻറ്റ്. അലങ്കാരത്തിന് വേണ്ടിയിട്ടല്ല അഭിഷേകം വരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മൾ വന്ന് ജസ്റ്റ് ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെൻ്റ് അല്ല തരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മൾ വരുന്നത് ശക്തീകരിക്കാൻ വേണ്ടിയിട്ട്. പല കാര്യങ്ങളും എന്ത് കാര്യം ചെയ്യാൻ? ദൈവത്തിൻ്റെ ചില
ഉദ്ദേശങ്ങൾ നിവൃത്തീകരിക്കാൻ വേണ്ടി. നമ്പർ 3, ഫ്രഷ് അനോയിൻറ്റിങ് റിക്വയർസ് കണ്ടിന്യൂവൽ സറണ്ടർ. ഈ പുതിയ എണ്ണ കിട്ടണമെങ്കിൽ എന്താണ് ഗുട്ടൻസ്? എന്ത് ചെയ്താലാണ് പുതിയ എണ്ണ കിട്ടുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ടിന്യൂവൽ സറണ്ടറിങ്, തുടർച്ച. എല്ലാ ദിവസവും നമ്മെ തന്നെ എങ്ങനെയാണ് അതിനെ പറയേണ്ടത്, വിധേയപ്പെടുത്തുകയും സമർപ്പിക്കുകയും, സമർപ്പണമാണ് നല്ല വേർഡ് അല്ലേ, സമർപ്പണത്തിലൂടെയാണ് പുതിയ എണ്ണ നമുക്ക് നൽകുന്നത്. എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ നാം കഴിക്കുന്ന സമർപ്പണത്തിലൂടെയാണ് പുതിയ എണ്ണ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, കംപ്ലേസൻ്റ് ആണ്, എനിക്കിന്ന് ആഗ്രഹമില്ല, ദാഹമില്ല, വിശപ്പില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പുതിയ എണ്ണ വരുന്നില്ല. എനിക്കിന്ന് ദാഹമുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് സപ്ലൈ കിട്ടൂ. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ആ സറണ്ടറിങ് നമ്മൾ സൂക്ഷിക്കണം, ഉണ്ടോ എന്ന് സൂക്ഷിക്കണം. ഗോഡ് ഫിൽസ് വെസൽസ് ദാറ്റ് റിമെയിൻ അവൈലബിൾ. ഇത് കൂടാതെ അവൈലബിൾ ആകണം. നാം പ്രാർത്ഥിക്കാതിരിക്കുവാണെങ്കിൽ, ഡെയിലി ഡിവോഷൻ, ഡെയിലി പ്രെയർ ഒന്നുമില്ലാതെ ഇങ്ങനെ നടക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ആവശ്യബോധമില്ലെന്നാ. അതുകൊണ്ട് അന്നത്തെ സപ്ലൈ ഇല്ല, പുതിയ കൃപയുമില്ല, പുതിയ കരുണയില്ല. രാവിലെ തോറും നിൻ്റെ ദയ പുതിയതാകുന്നെന്ന് പറയാൻ പാടാന്നുള്ളതല്ലാതെ അത് ലഭിക്കില്ല. കാരണം നമുക്ക് ആവശ്യബോധമില്ല. നമുക്കിതിനെ എതിരെ നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് പുതിയ എണ്ണ ലഭിക്കാതിരിക്കാൻ പ്രൈഡ്, സെൽഫ് സഫിഷ്യൻസി, ഡിസ്ട്രാക്ഷൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതായത് നമ്മുടെ അകത്ത് എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, വചനം അറിയാം എന്ന് പറഞ്ഞുള്ളൊരു ഭാവമാണെങ്കിൽ, നമ്മുടെ ഈഗോ, നമ്മുടെ പ്രൈഡ്, നമ്മുടെ അഹങ്കാരം, ഞാനെന്ന ഭാവം, സെൽഫ് സഫിഷ്യൻസി ഉണ്ട്. അതായത് എനിക്ക് ദൈവത്തിൻ്റെ ശക്തിയുടെ ആവശ്യമില്ല എന്ന് ചിന്തിച്ചാൽ, അത് പ്രത്യേകിച്ച് പറയുന്നില്ല, എന്നാൽ അങ്ങനെയാണ് നമ്മളുടെ രീതികളെങ്കിൽ പുതിയ ഫ്രഷ് അനോയിൻറ്റിങ് നമുക്ക് ലഭിക്കില്ല. അതുപോലെ ഡിസ്ട്രാക്ഷൻ, ദൈവസന്നിധിയിലിരിക്കുമ്പോൾ വേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഡിസ്ട്രാക്ഷൻ. എന്താണ്? ഈ ശ്രദ്ധ പതറിപ്പോകരുത്, ഫോക്കസ് വേണം. അതുകൊണ്ടാണ് ചെവി ഉള്ളവൻ കേൾക്കട്ടെ, ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. റോമലേഖനം 12:1 പ്രസൻറ്റ് യുവർ ബോഡീസ് ആസ് എ ലിവിങ് സാക്രിഫൈസ്. നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ളൊരു ആരാധനയായി സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 4:8 പറയുന്നു, ഡ്രോ നിയർ ടു ഗോഡ് ആൻഡ് ഹി വിൽ ഡ്രോ നിയർ ടു യു. ദൈവത്തോട് നിങ്ങൾ അടുത്ത് ചെന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. സങ്കീർത്തനങ്ങൾ 25:9 പറയുന്നത്, ഹി ഗൈഡ്സ് ദ ഹംബിൾ. വിനയമുള്ളവരെ, താഴ്മയുള്ളവരെ അവൻ വഴി നടത്തുന്നു. ഇപ്പോൾ ഫ്രഷ് അനോയിൻറ്റിങ് ഫ്ലോസ് ത്രൂ yielded ലൈഫ്സ്. വിധേയപ്പെടുത്തി കൊടുക്കുന്ന ഉദാഹരണം ഞാൻ പറയാം. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് മറിയ പറഞ്ഞപ്പോഴാണ് അവളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. ആ കൺസെൻറ്റ് കൊടുത്തില്ലായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും പെൺകുട്ടി അന്വേഷിച്ച പരിശുദ്ധാത്മാവും ഗബ്രിയേൽ ദൂതനും പോയേനെ. മറിയ പറയുന്നത് എന്താണ്? ഇതാ ഞാൻ നിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. നമ്പർ 4, ഫ്രഷ് അനോയിൻറ്റിങ് പ്രൊഡ്യൂസസ് ഫ്രഷ് ഫ്രൂട്ട്ഫുൾനെസ്. പുതിയ അഭിഷേകം പുതിയ ഫലപ്രാപ്തി ഉളവാക്കുന്നു. 92-ാം സങ്കീർത്തനത്തിൽ പിന്നീട് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ദേ വിൽ സ്റ്റിൽ ബെയർ ഫ്രൂട്ട് ഇൻ ഓൾഡ് ഏജ്. പ്രായാധിക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർക്ക് പ്രായമായാലും വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. സോ ദി അനോയിൻറ്റിങ് ഈസ് കണക്റ്റഡ് ടു ഫ്രൂട്ട്ഫുൾനെസ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭിഷേകം ഫലപ്രാപ്തിയോട്, ഫലം കായ്ക്കുന്നതിനോട് കണക്റ്റഡാണ്. അഭിഷേകം ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? ദൈവത്തിനായി ഫലം കായ്ക്കും. God desires believers who continue growing, serving and impacting others. ദൈവം തൻ്റെ മക്കളെ, തൻ്റെ വിശ്വാസികളെ വളരുവാൻ, തുടർന്നും ശുശ്രൂഷിക്കുവാൻ, മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ, നേടുവാൻ ഒക്കെ ഉപയോഗിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8-ാം വചനത്തിൽ, ദിസ് ഇസ് ടു മൈ ഫാദേഴ്സ് ഗ്ലോറി that you bear much fruit. എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിനായി